Finally, we are going to discuss about the fourth module titled Human Rights. And in this module, there are four works. The first one is Malini Shapes and Rewards to Adulthood. The second one is Hiromi Goto, The Body Politics. And the third one, Chandra Ban Prasad, Love Lines in the Times of Chadruvarna. And the last one is Janet Armstrong's History Lesson. 2011 പബ്ലിഷ് ചെയ്ത വൺ ലിറ്റിൽ ഫിംഗർ എന്ന ഓട്ടോബയോഗ്രഫിയുടെ ഒരു ചാപ്റ്ററാണ് എൻട്രോവേഴ്സ് ടു അഡൾട്ട്ഹുഡ്. ഇതാണ് നമുക്ക് നാലാമത്തെ മൊഡ്യൂളിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് US-ലെ യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബെർക്കിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. സന്ദർശിച്ച സ്ഥലം ഓതറിനെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് ആക്സസിബിലിറ്റി ടു. ഇതിലെ ഓരോ ഓഫീസും പബ്ലിക് ഹോമും ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണ്. ഈ ചാപ്റ്ററിൻ്റെ ആകെ തുക എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള മാലിനിയുടെ സെർച്ച് ഫോർ ഇൻഡിപെൻഡൻസ്, ദെൻ സർവൈവൽ ആൻഡ് ഫൈനലി എഫേർട്സ് ടു ലീഡ് എ മീനിങ് ഫുൾ ലൈഫ് ഡിസ്പൈറ്റ് ഹെർ ഇന്നബിലിറ്റി ടു മൂവ് ഫ്രീലി. പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാർക്ക് കൊടുക്കാറുള്ളത്. എന്നാൽ ഇവിടുത്തെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള മാലിനി US-ലെ ബെർക്ക്ലി ടൗൺ വിസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോമും ഓഫീസും കൂടാതെ സെർച്ച് ഫോർ ഇൻഡിപെൻഡൻസും ദെൻ സർവൈവലും എഫേർട്സൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ പല പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ സിമ്പതി അല്ല ഇവർക്ക് വേണ്ടത്, എമ്പതിയാണ്. കൂടാതെ ഒരു കൈത്താങ്ങും. ഇതിനെപ്പറ്റിയൊക്കെ ഈ പാഠത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിറോമി ഗോട്ടോയുടെ ഒരു പോമാണ്. ദ പോം എൻടൈറ്റിൽഡ് ദ ബോഡി പൊളിറ്റിക്, ഒരു കവിതയാണ്. കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് റാഷണലൈസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഇമിഗ്രൻസിനെ കുറിച്ചിട്ടാണ്. സ്പീക്കറായിട്ടുള്ള പോയറ്റ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് തൻ്റെ ആദ്യത്തെ അനുഭവങ്ങളാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ചിട്ടും ഇമിഗ്രൻസ് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, ദാറ്റ് ഈസ് കോൾഡ് റിജിഡ് ബൈനറി സ്റ്റീരിയോടൈപ്സ് ഫേസ് ഇൻ ഡെയിലി ലൈഫ്. സമൂഹം എല്ലായ്പ്പോഴും മറ്റുള്ളവരെ നോക്കിക്കാണുന്നത് ഒരു മുൻവിധിയോട് കൂടിയാണ്. ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിമിനേഷൻ വളരെ വലുതാണ്. അതുണ്ടാക്കുന്ന ഐഡന്റിറ്റി ക്രൈസിസും വലുതാണ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. ഒരു മനുഷ്യൻ നോർമൽ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ശരീരം, കളറ്, റേസ് തുടങ്ങിയുള്ള കാറ്റഗറൈസേഷൻ ഓഫ് കമ്പോണൻസ് ആണ്. ഹിറോമി ഗോട്ടോ തൻ്റെ കവിതയിലുടനീളം ജാപ്പനീസ് സിമ്പിൾസും ഇമേജസും ഈവൻ ഹെർ ഫോട്ടോഗ്രാഫും വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റാഷണലൈസ്ഡ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വിഷമങ്ങൾ, പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഡിസ്ക്രിമിനേഷൻ, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ അത് ഇംഗ്ലീഷ് കൊണ്ട് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. തൻ്റെ നാച്ചുറൽ ഓർ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ജാപ്പനീസ് ലാംഗ്വേജിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. ക്രിട്ടിക്കായിട്ടുള്ള വെൻഡി ഗെ പിയേഴ്സൺ ഹൈബ്രിഡ് നേച്ചർ ഇംഗ്ലീഷും ജാപ്പനീസ് വാക്കും ഉൾപ്പെടുത്തി എഴുതുന്ന ഈ രീതിയെ പ്രശംസിച്ചിരുന്നു. ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെങ്ങനെ മറികടക്കാം, അതിനെ തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ജാപ്പനീസ് ലാംഗ്വേജിൽ എങ്ങനെ പ്രകടിപ്പിക്കാം എന്നതൊക്കെ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ചന്ദ്രബാൻ പ്രസാദ് ലവ് ലൈൻസ് ഇൻ ദ ടൈംസ് ഓഫ് ചതുർവർണ്ണ. നമുക്ക് പഠിക്കാനുള്ള ലവ് ലൈൻസ് ഇൻ ദ ടൈംസ് ഓഫ് ചതുർവർണ്ണ ചന്ദ്രബാൻ പ്രസാദിൻ്റെ ഒരു ദളിത് ഡയറി കോളമാണ്. പയനിയറിൽ പബ്ലിഷ് ചെയ്തത് 14th May 2000. ഈ കൃതിയിലുടനീളം എന്താണ് പറയുന്നതെങ്കിൽ ബേണിംഗ് ഇഷ്യൂസ് ലൈക്ക് ഹോണർ കില്ലിങ്സ്, കാസ്റ്റ് മോട്ടിവേറ്റഡ് വയലൻസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്ത്യയിൽ കാസ്റ്റ് ഒരു ക്രിട്ടിക്കൽ ക്രൈറ്റീരിയൻ ആണ് മാരേജിന് വേണ്ടിയിട്ട്. ആരെങ്കിലും അതിനെ എതിർക്കുകയാണെങ്കിൽ വളരെയധികം ടോർച്ചർ, വയലൻസ്, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. പറഞ്ഞു വന്നത് ഇന്ത്യയിൽ കുറേ അധികം റിലീജിയൻ ആൻഡ് കാസ്റ്റ് ഉണ്ട്. ഹിന്ദുസിന് ഹിന്ദുസ് തന്നെ കല്യാണം കഴിക്കുക, അതിൽ തന്നെ മുന്തിയ ജാതിക്കാർ മാത്രമേ കല്യാണം കഴിക്കുക, താഴ്ന്ന ജാതിക്കാരെ കല്യാണം കഴിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രകടമാണ്. ഇതിനെതിരെ പോരാടി മരണം വരെ സംഭവിക്കാവുന്നതാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ഇന്നും പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ചതുർവർണ്ണ സിസ്റ്റം അവൈലബിൾ ആണ്. അത് പ്രകടമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. കാസ്റ്റ് ലൈൻസും ഡിസ്ക്രിമിനേഷനും ചതുർവർണ്ണയൊന്നും പോയിട്ടില്ല. ഇന്നും ഇതൊക്കെ പ്രകടമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഓതർ തന്നെ ലെജൻഡറി ഫിഗർ ആയിട്ടുള്ള മീരാബായിയുടെ സിമ്പിളാണ് വിക്ടിമൈസേഷൻ നടത്തുന്നത്. ഇന്നും ഇതൊക്കെ ഉണ്ടെന്നും എംഫസൈസ് കൊടുക്കുന്ന വസ്തുതകൾ കാസ്റ്റ് റിമൈൻസ് എ റിയാലിറ്റി ഇൻ ഇന്ത്യ എന്നുള്ളതുമാണ്.
എത്രത്തോളം ഇന്ത്യ എന്ന രാജ്യം വലുതാ എന്ന് പറയുകയാണെങ്കിലും കാസ്റ്റ് എന്ന കാര്യത്തിൽ ഇന്നും റിയാലിറ്റി തന്നെയാണ്. അതിൻ്റെ വശങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് കാസ്റ്റ് ലൈൻസ്, ഡിസ്ക്രിമിനേഷൻ, ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിസ് ടെക്സ്റ്റ് ഈസ് ഓൾസോ റിയലി ഗുഡ് ആൻഡ് മീനിങ്. Next, we are going to discuss about the last chapter of the last module, that is History Lessons, a poem written by Armstrong. History Lesson എന്നത് ഒരു കവിതയാണ്. എഴുതിയിരിക്കുന്നത് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണ്. The poem explores encounter between indigenous people and first set of Europeans. This is the basic thread of the poem. Janet Armstrong തൻ്റെ കവിതയിലുടനീളം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ the exploitation, ചൂഷണം, പ്രകൃതിയോടുള്ള ചൂഷണം, then destruction of the cultural fabric, oppression of the aboriginals, ഈ കാര്യം കൂടി ഓർത്തു വെക്കുക. ഇത് പണ്ട് മുതലൊക്കെ യൂറോപ്യൻസ് പ്രാക്ടീസ് ചെയ്തൊരു കസ്റ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ജെനറ്റ് ആംസ്ട്രോങ് ഒരു ട്രൈ ചെയ്യുന്നുണ്ട് മിസ്കൺസെപ്ഷൻസ് റിഗാർഡിങ് അബോറിജിനൽ പീപ്പിൾ ആൻഡ് ദെയർ കൾച്ചർ. നമ്മൾ പല കാര്യങ്ങളും, പല സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സ് ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും നല്ലതല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ ആണെങ്കിൽ മാറ്റേണ്ടത് അനിവാര്യത തന്നെയാണ്. ആംസ്ട്രോങ് എന്ന വ്യക്തി നിലനിൽക്കുന്നത് ഇൻഡിജിനസ് പീപ്പിൾസിൻ്റെ അവകാശത്തിന് വേണ്ടിയും കൂടാതെ കൊളോണിയൽ ചരിത്രത്തെ റീറൈറ്റ് ചെയ്യാനും ഈ കവിതയിൽ കൂടി ശ്രമിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് വർക്ക് ഓഫ് ദ ഫോർത്ത് മൊഡ്യൂൾസ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ത്രൂ കമൻറ്റ് സെക്ഷൻ. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ കോമൺ കോഴ്സ് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസിൻ്റെ എല്ലാ ക്ലാസ്സും നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യാനും. അത്യാവശ്യം സമ്മറിയൊക്കെ അറിയാമെങ്കിൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടുമെന്നാണ് വിശ്വാസം. നന്നായിട്ട് പരീക്ഷ എഴുതുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.